ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ബേബി ഗേളിൻ്റെ ടോപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് സ്കേർട്ടിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ സാറ്റിൻ ഫാബ്രിക്കാണ് ലൈനിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. നെറ്റ് ഫാബ്രിക്കാണ് മെയിൻ ഫാബ്രിക്കായിട്ടും എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 4 തൊട്ട് 5 വയസ്സ് വരെയുള്ള ബേബി ഗേളിൻ്റെ അളവിലാണ് ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നത്. സാറ്റിൻ ഫാബ്രിക്കാണ് ലൈനിങ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. നമ്മളുടെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഈ ഒരു അളവിൽ നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്തിൽ നിന്നൊക്കെ ചെയ്തെടുക്കാവേ. കാരണം നമ്മളിപ്പോൾ ഒരു സീം അലവൻസ് എല്ലാം ഉൾപ്പെടെ നമ്മളൊരു 8.5 ഇഞ്ച് ഒരു സൈഡിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറച്ച് ക്ലോത്തിൽ നമുക്ക് ഇതുപോലൊരു ടോപ്പ് ഒരു 4 മുതൽ 5 വയസ്സ് വരെയുള്ള ബേബി ഗേളിന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ആ ഒരു അളവിലാണ് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ട ലെങ്താണ് കൊടുക്കുന്നത്. നമ്മൾ സീം അലവൻസ് എല്ലാം ഉൾപ്പെടെ ഒരു 10 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഒരല്പം വയറൊക്കെ കാണുന്ന രീതിയിലാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരു 4 മുതൽ 5 വയസ്സ് വരെയുള്ള ബേബി ഗേളിൻ്റെ അളവാണ്. അപ്പോൾ ലെങ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുത്തോണേ. നമ്മളിപ്പോൾ കുറച്ച് ലെങ്ത് വരുന്ന രീതിയിൽ ആണ് ഇങ്ങനെ ഒരു ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ഒരു 5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കുന്നത്. അപ്പം 4 മുതൽ 5 വരെയുള്ള ബേബികളിന് ഒരു 5 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ ആം ഹോളിനായിട്ടും കൊടുക്കുന്നത്. ആ 5 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആം ഹോളിന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഭാഗങ്ങളെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഒരു 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു 6 ഇഞ്ച് വരുന്ന ആവശ്യമേ ഉള്ളൂ. നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തെ ഒരു വണ്ണം, കുഞ്ഞുങ്ങൾക്കുള്ള വണ്ണം ഒരു 6 ഇഞ്ചിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇനി അവനവൻ്റെ അളവ് നോക്കിയതിന് ശേഷം കൊടുത്തോണേ. 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മളിതിൻ്റെ ലെങ്ത് നമുക്ക് സീം അലവൻസ് എല്ലാം ഉൾപ്പെടെ 10 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ബോട്ടം ഭാഗത്ത് വരുന്നിടത്തും നമ്മളൊരു 6 ഇഞ്ച് 6.5 ഒക്കെ കൊടുത്താൽ മതി. അതുപോലെ തന്നെ 2 ഇഞ്ചാണ് ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ അളവായതുകൊണ്ട് തന്നെ ഒരുപാട് ഒരു ഷേപ്പ് ഒന്നും വേണ്ട. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പീസേ നമ്മളിപ്പം കട്ട് ചെയ്തുള്ളൂ. അത് സെയിം അളവിൽ നമ്മളിപ്പം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒരു പീസ് കൂടെ കട്ട് ചെയ്യണേ. സാറ്റിൻ ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത്. കാരണം തെന്നി പോകും. അത് കാരണം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് ഒരേ അളവിൽ നമ്മളിങ്ങനെ 2 പീസസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മടക്കുമ്പോഴെല്ലാം നല്ല കൃത്യമായിട്ട് നമ്മൾ മടക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. അതിനുശേഷം നമ്മളൊരു 2.5 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഒരു 4.5 ഇഞ്ച് നമ്മൾ ലെങ്തും കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗങ്ങളെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെ നമുക്കൊരു ബോക്സ് ആക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഈ വിഡ്ത്ത് വരുന്നിടം നമ്മൾ ഒരുപോലെ പിടിച്ച് ഇവിടെ ഒന്നും മാറിപ്പോകരുത്. ഇതുപോലെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ റോങ് സൈഡുകൾ തമ്മിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ഈ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നിടം ഇതുപോലെ വരച്ച് നമ്മൾ ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, അത് തിരിച്ചോ മറിച്ചോ ഒക്കെ ആകാവേ, അത് നമ്മുടെ ഇഷ്ടം, ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നെക്കിൻ്റെ വിഡ്ത്ത് തുടങ്ങി ആ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നിടം വരെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ വരച്ചിരിക്കുന്നത് നമ്മൾ മുകളിൽ നെക്കിൻ്റെ ആ നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുത്തില്ലേ, ആ സെയിം അളവിലാണ് താഴെ ഇപ്പം നമ്മൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവിടെ എവിടെ വേണമെന്ന് അറിയണേ. അതിനു വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
എന്നിട്ട് ഇങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വിട്ടു പോകരുത്. അത് നമുക്ക് നെക്കിനവിടെ സ്ട്രിപ്പ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ലൈനിങ് ക്ലോത്തിനെയും നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഒന്നും മാറിപ്പോകരുത്, തിരിഞ്ഞ് അകമ്പുറം ഒന്നും തിരിയാതെ നോക്കി വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 പീസസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വെക്കുന്ന കാര്യം ശ്രദ്ധിക്കണേ. നമ്മളുടെ ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും നമ്മളുടെ സാറ്റിൻ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡൂടാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. സാറ്റിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശവും നെറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകരുത്, അത് നന്നായിട്ട് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ പാവാടയ്ക്കായിട്ടുള്ള സ്കേർട്ടിൻ്റെ നമ്മളൊരു ക്രോസ് പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പൈപ്പിംഗ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നീഡിലും ത്രെഡും ഉപയോഗിച്ച് നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈ സെയിം ക്ലോത്ത് കൊണ്ട് വേണമെങ്കിൽ ഇതുപോലെ വള്ളി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പാവാടയുടെ ക്ലോത്ത് കൊണ്ട് വേണമെങ്കിലും നമുക്കിതുപോലെ ഡോരി ഉണ്ടാക്കിയെടുക്കാവേ. നമ്മളിപ്പോൾ ഇതുപോലെ ഡോരി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളതിനെ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മളിവിടെ ഒരു ഡോട്ടിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു സ്മോൾ കട്ടിട്ട്. അപ്പോൾ ആ സ്മോൾ കട്ടിട്ട് കൊടുത്ത അവിടേക്ക് നമ്മളുടെ ഈ ഡോരി കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എല്ലാം പിൻ കുത്തി കൊടുക്കണം. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇവിടെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 2 പീസസിലും നമ്മൾ ഇതുപോലെ തന്നെ ആ കട്ടിട്ട് വരുന്നിടത്തേക്ക് നമ്മളുടെ ഈ ഡോരി ഉപയോഗിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ പിൻ കുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിൻ കുത്തി നല്ല നീറ്റായിട്ട് കൊടുക്കണേ. അപ്പം നമ്മളുടെ ഈ ഒരു ക്ലോത്തുകൾ വെച്ചിരിക്കുന്നത് ആ പറഞ്ഞതുപോലെ തന്നെ വയ്ക്കാവുള്ളേ. നെറ്റിൻ്റെ നല്ല സൈഡും നമ്മളുടെ ഈ സാറ്റിൻ ഫാബ്രിക്കിൻ്റെ റോങ് സൈഡൂടാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ആം ഹോള് മുതൽ മുകളിലേക്ക് ഇതുപോലെ പിൻ കുത്തി കൊടുത്ത് ഇവിടെ നമ്മളുടെ ഈ ഒരു സൈഡ് നെക്കിൻ്റെ സൈഡ് വരുന്നുണ്ടോ എല്ലാം കൂട്ടി നമ്മൾ പിൻ കുത്തി കൊടുത്ത് എടുത്തിരിക്കുകയാണ്. അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ പിൻ കുത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ പിൻ കുത്തി കൊടുത്തതിന് ശേഷം ആ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വളവ് വരുന്നിടമെല്ലാം നമ്മളിങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നത് നമുക്കിത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചെടുത്ത് വരുമ്പം നമ്മളുടെ സാറ്റിൻ ക്ലോത്തിൻ്റെ നല്ല വശം നമ്മളുടെ ഈ നെറ്റ് ഫാബ്രിക്കിൻ്റെ അടിയിലൂടെ കാണുന്ന രീതിയിൽ വരും. അതുകൊണ്ടാണ് ആ രീതിയിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മൾ 2 വശവും ഇതുപോലെ ചെയ്തെടുത്ത് ഇതിൻ്റെ സൈഡ് വഴി ഒന്ന് നമ്മൾ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഡോരിയൊക്കെയുള്ള ഭാഗത്തിൻ്റെ സൈഡ് വഴിയും ഇതെല്ലാം തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തു. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളുടെ ഷോൾഡറിനെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ ഇപ്പം ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് അവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പീസസ് എടുക്കുകയാണ്. 1-1.5 ഇഞ്ചൊക്കെ വിട്ട് കൊടുത്ത് എടുത്ത് ഈ ഒരു താഴ്ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. 2 സൈഡിലും ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം അകത്തേക്ക് വെച്ച് നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾക്ക് വേണ്ട വിഡ്ത്ത് അനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഡോരിയിൽ നമ്മളൊരു ടെസിൽസും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. സ്കേർട്ട് അടുത്ത ദിവസം ഇടാവേ.